നമസ്തേ. ഇന്ന് സമൂഹത്തിൽ കാണുന്നതായിട്ടുള്ള പ്രത്യേക തരത്തിലുള്ള ഒരു മതപ്രബോധനമുണ്ട്. സ്വയം ഒരു സെക്യുലറിസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ മതമില്ലാത്ത ആളായിട്ടോ ഒരു നിരീശ്വരവാദിയായിട്ടോ ഒക്കെ സ്വയം പ്രതിഷ്ഠിക്കുക. അതിനുശേഷം ഓപ്പോസിറ്റ് നിൽക്കുന്നവനെ മതചിന്തകളിൽ നിന്ന് അകറ്റുക. അവന്റെ മതത്തിനെ കുറ്റം പറയാനും അവന്റെ മതത്തിൽ നിന്ന് അകറ്റാനും ഒക്കെ ഇത്തരത്തിലുള്ള വ്യക്തികൾക്ക് വളരെ താല്പര്യമാണ്. എന്നാൽ ഇവരുടെ മതപരമായിട്ടുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് വളരെ ഡീപ്പായിട്ട് അതിലൂടെ കടന്നു പോകും. ഇത് മതത്തിനുള്ളിൽ തന്നെ ചില വിശ്വാസികൾ അവരുടെ കൂടെയുള്ള ആൾക്കാരോട് ഇങ്ങനെ പ്രവർത്തിക്കാറുണ്ട്. മറ്റു മതങ്ങളിൽ പെട്ടവരോടും ഇങ്ങനെ പ്രവർത്തിക്കാറുണ്ട്. താൻ പ്രത്യേകിച്ച് മതവുമായിട്ട് വലിയ രീതിയിലുള്ള പ്രതിബദ്ധത ഇല്ലാത്തതായിട്ടുള്ള ഒരാളായിട്ട് കാണിക്കുകയും അതിനുശേഷം ഓപ്പോസിറ്റ് നിൽക്കുന്ന സാധാരണക്കാരനായിട്ടുള്ള ആ മനുഷ്യജീവിയെ അവന്റെ മതചിന്തകളെ തെറ്റിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരവസ്ഥ. ഇങ്ങനെയുള്ള ആളുകളെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ഏതെങ്കിലും ഒരു മതത്തിൽ അന്ധമായിട്ട് വിശ്വസിക്കുക എന്നുള്ളതല്ല. പല ആളുകളും ഇന്ന് ഭൂരിഭാഗം ആളുകളെ എടുത്തു നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര പേര് ആത്മാർത്ഥമായിട്ട് ട്രൂലി റിലീജിയസ് ആണെന്ന് പറയാനായിട്ട് സാധിക്കും. ചില ആളുകൾ ട്രൂലി റിലീജിയസ് ആണെന്ന് പറയുന്നുണ്ടെങ്കിലും മറ്റുള്ളവരെ വെറുക്കേണ്ട അവസ്ഥയിലൂടെ അവർ കടന്നു പോകുന്നുണ്ട്. അല്ലെങ്കിൽ അവർക്ക് അങ്ങനെയാണ് അവരെ പഠിപ്പിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അവർ പെർസീവ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ചില ആളുകൾ ട്രൂലി റിലീജിയസ് ആണെന്ന് പറഞ്ഞ് മറ്റുള്ളവരെ കാണിക്കാനായിട്ട് ആരാധനാലയങ്ങളിലൂടെ കയറിയിറങ്ങുകയും എന്നാൽ ഇവരുടെ പ്രവർത്തികളിൽ ലെവലേശം കാര്യങ്ങൾ നടക്കുന്നുമില്ല. ദൈവത്തിന്റെ അടുത്ത് പോയിട്ട് തന്റെ പാപമോചനത്തിന് വേണ്ടി ദൈവത്തിന്റെ പ്രതിപുരുഷനോട് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്, വെള്ളത്തിൽ പോയി കുളിക്കുന്ന ആളുകളുണ്ട്, മറ്റു രീതിയിലുള്ള പല രീതിയിലുള്ള പ്രവർത്തനങ്ങളും കാണിക്കുന്ന ആൾക്കാരുണ്ട്. എന്നാൽ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവർ പുണ്യാത്മകളാണ് എന്ന് സ്വയം വിശ്വസിക്കുകയാണ്. പിന്നീട് വീണ്ടും സമൂഹത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് മുൻപ് ചെയ്ത തെറ്റുകൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ പാപപരിഹാര മാർഗങ്ങളും ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. മനുഷ്യൻ ഇങ്ങനെ ജീവിച്ചു പോകുന്ന സമയത്ത് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ കർമ്മം എന്താണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ, യഥാർത്ഥത്തിൽ നമ്മൾ എവിടെ നിന്നാണ് നമുക്ക് വേണ്ട ജ്ഞാനം ലഭിക്കുന്നത് എന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോവുകയില്ല എന്നുള്ളതാണ്. മതങ്ങളുടെ പരിമിതി നമ്മൾ ഇന്നത്തെ കാലത്ത് തിരിച്ചറിയണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. മതത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതുപോലെ പാലിക്കുന്ന സമയത്ത് തന്റെ സ്വന്തം സഹോദരൻ അല്ലെങ്കിൽ സഹജീവി ആയിരിക്കുന്നവൻ, ചിലപ്പോൾ രക്തബന്ധം പോലും മുൻ തലമുറകളിൽ ഉള്ളവരായിരിക്കും, മറ്റൊരു മതത്തിലായി എന്നുള്ളത് കൊണ്ട് അവനെ വേറൊന്നായിട്ട് കാണുന്നതായിട്ടുള്ള ദയനീയമായിട്ടുള്ള അവസ്ഥ. മതപരമായിട്ടുള്ള കാര്യങ്ങൾ അവന്റെ രാഷ്ട്രീയത്തിലേക്കും അവന്റെ ഭക്ഷണത്തിലേക്കും അവന്റെ ജീവിത രീതികളിലേക്കും കൊണ്ടുവരുന്ന സമയത്ത് ഇഫ് ഇറ്റ് ഈസ് നോ ലോങ്ങർ സെർവ് യു ഫോർ എ ബെറ്റർ ലൈഫ് എന്നുള്ള ഒരു അവസ്ഥയിൽ നിന്ന് വ്യതിചലിപ്പിക്കുകയാണെങ്കിൽ നിങ്ങളെ കൂടുതൽ കുറ്റബോധമുള്ളവനും ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് മാറ്റുകയാണെങ്കിൽ മറ്റുള്ള മനുഷ്യന്മാരെ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ ഒരു സഹോദരനെ പോലെ കാണാനായിട്ട് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മതം ദൈവത്തിൽ നിന്നുള്ളതാണോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്. ഞാൻ ഏതെങ്കിലും ഒരു നിരീശ്വരവാദത്തിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് പറയുന്ന ഒരു കാര്യമല്ല. ഏതെങ്കിലും ഒരു സെക്യുലറിസ്റ്റ് ആയിട്ട് എൻ്റെ മതത്തിനെ വളരെയധികം സ്നേഹിച്ചുകൊണ്ട് മറ്റുള്ള മതത്തിനെയും സ്നേഹിക്കണമെന്ന് പറയുന്നില്ല. കാരണം ഇതെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ചിന്താധാരകളാണ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഫേക്ക് ആയിട്ട് നിൽക്കുന്നതിനപ്പുറത്തേക്ക് എല്ലാ മതഗ്രന്ഥങ്ങളിലൂടെയും ഒന്ന് കടന്നു പോവുക എന്നുള്ളതാണ് പറയുന്നത്. മതഗ്രന്ഥങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ എല്ലാ മതഗ്രന്ഥങ്ങളിലും ആക്രമണത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ കാണാനായിട്ട് സാധിക്കും, പിഴവുകൾ കാണാനായിട്ട് സാധിക്കും, മറ്റുള്ളവരെ വെറുക്കാനായിട്ട് പറയുന്ന അവസ്ഥകൾ കാണാനായിട്ട് സാധിക്കും. ഈ മതം മാത്രമാണ് ശരി എന്ന് പറയുന്നതായിട്ടുള്ള സംഗതികൾ കാണാനായിട്ട് സാധിക്കും. ഓരോ മതഗ്രന്ഥങ്ങളിൽ കൂടെ പോകുന്ന സമയത്തും ഒരുപാട് അറിവുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും, ജ്ഞാനത്തെ കാണാനായിട്ട് സാധിക്കും, സ്നേഹം പഠിപ്പിക്കുന്നത് കാണാനായിട്ട് സാധിക്കും, കരുണ പഠിപ്പിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. പക്ഷെ എന്തുകൊണ്ടാണ് ഇതിന്റെയൊക്കെ ഇടയിലൂടെ ഈ വെറുപ്പിന്റെ, വിദ്വേഷത്തിന്റെ, വിഭാഗീയതയുടെ കാര്യങ്ങൾ കടന്നു വരുന്നത്? ബിക്കോസ് ആർക്കൊക്കെയോ നമ്മളെ ഇങ്ങനെ വിഭജിച്ച് ഭരിക്കണം എന്നുള്ളതാണ്, വിഭജിച്ച് വോട്ടുകൾ വാങ്ങണം എന്നുള്ളതാണ്, വിഭജിച്ച് ജയിക്കണം എന്നുള്ളതാണ്. ഡിവൈഡ് ആൻഡ് റൂൾ. ദശലക്ഷക്കണക്കിന് കിടക്കുന്നതായിട്ടുള്ള ഈ മനുഷ്യന്മാരെ ഡിവൈഡ് ചെയ്യാതെ എങ്ങനെയാണ് ഭരിക്കാനായിട്ട് സാധിക്കുക? രാഷ്ട്രീയ അതിർത്തികളുണ്ട്, മതത്തിന്റെ ചേരിതിരിവുകളുണ്ട്. ഇതൊക്കെ വെച്ചുകൊണ്ട് സാധാരണക്കാരനെ മുതലെടുത്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഭൂമിയിലെ സമ്പത്ത്, നമ്മുടെ ഭൂമിയിൽ നമുക്ക് ജീവിക്കണമെങ്കിൽ കരമടക്കേണ്ട അല്ലെങ്കിൽ പണം കൊടുക്കേണ്ട ഒരേ ഒരു ജീവിയായിട്ട് മനുഷ്യൻ പരിണമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എന്തിനു വേണ്ടിയാണ് മനുഷ്യൻ പരസ്പരം വെറുക്കുന്നത്? അപ്പൊ നിങ്ങൾ ചിന്തിക്കും, ഇങ്ങനെ മനുഷ്യനെ എത്തിക്സിലും മൊറാലിറ്റിയിലും നടത്തണമെങ്കിൽ ഈ മതങ്ങളൊക്കെ വേണ്ടേ എന്നുള്ളത്. ഇതൊക്കെ ഒരു കാലഘട്ടത്തിന്റെ ആവശ്യമായിരുന്നു. ഇന്ന് നമ്മളെ എത്തിക്സിലും മൊറാലിറ്റിയിലും നടത്തണമെങ്കിൽ ആത്മീയതയാണ് ആവശ്യമായിട്ടുള്ളത്. എല്ലാ മതങ്ങളെയും പഠിക്കണം എന്നുള്ളതാണ്. എല്ലാ മതങ്ങളെയും പഠിച്ചിട്ട് അതാണ് സത്യമെന്ന് മനസ്സിലാക്കാനല്ല, എല്ലാ മതങ്ങളിലുമുള്ള മണ്ടത്തരങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. മനുഷ്യനെ ഭിന്നിപ്പിക്കുന്നതായിട്ടുള്ള അവസ്ഥകൾ എന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്.
അതിനപ്പുറത്തേക്ക് എങ്ങനെയാണ് എനിക്ക് ദൈവവുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ വെക്കാനായിട്ട് സാധിക്കുക? എന്റെ ഹയർ സെൽഫിനെ എങ്ങനെയാണ് എനിക്ക് ഡീപ്പായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക? ഈ പ്രപഞ്ചത്തിനെ എനിക്ക് എങ്ങനെയാണ് ഡീപ്പായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക? മതം വിട്ടുകഴിഞ്ഞാൽ നിരീശ്വരവാദം എന്നുള്ള ഒരു സൊല്യൂഷൻ അല്ല ഉള്ളത്. മതം വിട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആത്മീയത എന്ന് പറയുന്ന ഒരു ഉയർച്ചയാണുള്ളത്. മതത്തിനെ ഒഫീഷ്യലായിട്ട് വിടണമെന്നോ നിങ്ങളൊരു റിബലായിട്ട് ജീവിക്കണമെന്നുള്ള ആഹ്വാനമല്ല ഞാനിവിടെ പറയുന്നത്. നിങ്ങളായിരിക്കുന്ന മതത്തിൽ തന്നെ നിലകൊണ്ടുകൊണ്ട് ഇതിനെയൊക്കെ ഒരു മിതവാദിയായിട്ട് കണ്ടുകൊണ്ട് അതിനപ്പുറത്തേക്ക് ആത്മീയത എന്ന് പറയുന്ന അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുന്ന സമയത്താണ് നമുക്ക് നമ്മുടെ ജീവിതത്തിനെ കുറിച്ച്, നമ്മുടെ ഭൂമിയെക്കുറിച്ച്, നമ്മുടെ ജന്മത്തിനെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു അവബോധം ലഭിക്കുന്നതും നമ്മുടെ ജീവിതം ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ജീവിതമായിട്ട് നമുക്ക് കടന്നു പോകാനായിട്ട് സാധിക്കുന്നതും. സോ മതത്തിന്റെ പ്രചാരകരാകുന്നതിനപ്പുറത്തേക്ക്, മറ്റുള്ളവരുടെ മേൽ മതപരമായിട്ടുള്ള കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതിനപ്പുറത്തേക്ക് നമ്മുടെ ജീവിതം യഥാർത്ഥത്തിൽ നമ്മൾ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ടോ എന്നുള്ളൊരു ആത്മപരിശോധനയാണ് ഇന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. മതത്തിനപ്പുറത്തേക്ക്, മതത്തിന്റെ നിയന്ത്രണങ്ങൾക്കപ്പുറത്തേക്ക് കൃത്യമായിട്ടുള്ള നിയമവ്യവസ്ഥയാണ് നമുക്ക് ഇന്ന് ആവശ്യമായിട്ടുള്ളത്. നമ്മുടെ റിസോഴ്സസിനെ നമ്മളെ ഭരിക്കുന്ന ആളുകൾ കൃത്യമായിട്ട് വിനിയോഗിച്ചുകൊണ്ട് അത് നമുക്ക് നല്ല രീതിയിൽ തരാനായിട്ട് ജനാധിപത്യത്തിലൂടെ തിരഞ്ഞെടുത്തു പോയിട്ടുള്ള ഈ വ്യക്തികൾക്ക് സാധിക്കുന്നുണ്ടോ, അതോ നമ്മളെ പിഴിഞ്ഞുകൊണ്ടാണോ ഇരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. നിയമവ്യവസ്ഥ അത് കൃത്യമായിട്ട് നടപ്പാകുന്നുണ്ടോ എന്നുള്ളത് സാധാരണ ജനം ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. വോട്ട് ചെയ്യുന്ന സമയത്ത് മതത്തിന്റെയും താൻ വിശ്വസിക്കുന്ന പാർട്ടിയുടെയും അപ്പുറത്തേക്ക് മാറി ഒരു വ്യക്തിത്വത്തിനെ നോക്കി, അറ്റ്ലീസ്റ്റ് എല്ലാവരും കണക്കാണ്, എന്നാലും ഒരു മിനിമം സ്റ്റാൻഡേർഡ് നോക്കിയിട്ട് നമുക്ക് വോട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ? നമുക്ക് എന്തെങ്കിലും ചെയ്യും അല്ലെങ്കിൽ ഒരു മിനിമം പ്രതിബദ്ധത ഉണ്ട് എന്ന് തോന്നിക്കുന്നവരെ നമുക്ക് കയറ്റിവിടാനായിട്ട് സാധിക്കുന്നുണ്ടോ? ഇത്രയും നാൾ ഭരിച്ചുകൊണ്ടിരുന്ന ആൾക്കാരെ മാറ്റി നമുക്ക് നമ്മുടെ മതത്തിനും നമ്മുടെ രാഷ്ട്രീയത്തിനും അപ്പുറത്തേക്ക് ഒന്ന് മാറ്റി മറ്റൊരാൾക്ക് ഒരു അവസരം കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? വളരെ വലിയ മാനിപ്പുലേഷൻസ് നടത്തിക്കൊണ്ട് ഒരുപാട് ആളുകളെ ഒരു ഹിപ്നോട്ടൈസ്ഡ് ആയിട്ടുള്ള അവസ്ഥയിൽ നിലനിർത്തിക്കൊണ്ടാണ് ഇന്നത്തെ ഈ പൊളിറ്റിക്കൽ സിസ്റ്റം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനപ്പുറത്തേക്ക് മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും അപ്പുറത്തേക്ക് വിജയത്തിനെ കാണാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അങ്ങനെയുള്ള ഒരു ചിന്തയുടെ പുറത്താണ് ഈ ചെറിയ വീഡിയോയിലൂടെ കുറച്ച് ഇൻസൈറ്റ്സ് പങ്കുവച്ചിട്ടുള്ളത്.